നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബെർണാബു പിടിക്കാൻ പോയ സിറ്റിക്ക് വേണ്ടത് കിട്ടി. സിറ്റിയെ ബെർണാബുവിലിട്ട് തീർത്തു. 3-1 വിജയം. കിലിൻ എംബാപ്പയുടെ ഹാട്രിക്ക്. അങ്ങനെ അഗ്രിഗേറ്റ് 6-3 സിറ്റിയെ തകർത്ത് തരിപ്പണമാക്കി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു റയൽ മാഡ്രിഡ്. പ്ലേ ഓഫിൽ ആദ്യപാദം 3-2 വിജയിച്ചതാണ് ഇത്തിഹാദിൽ പോയിട്ട്. ഇപ്പോൾ ബെർണാബുവിൽ 3-1 അങ്ങ് തീർത്ത് കളഞ്ഞു. ടോട്ടൽ 6-3. നിക്കോ ഗോൺസാലസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആശ്വാസ ഗോൾ കണ്ടെത്തിയത്. ബെർണാബുവിൽ ഈ കളിക്ക് ഇറങ്ങുമ്പോൾ സിറ്റിക്കെല്ലാം തിരിച്ചടിയായിരുന്നു. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഏർലിംഗ് ഹാലൻഡിനെ കളിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ തുടക്കത്തിലേ ഗോൾ വഴങ്ങി. വല്ലാത്തൊരു പാസ്സായിരുന്നു അത് റൗൾ അസൻസിയോയുടേത്. അത് കഴിഞ്ഞ ഉടനെ സ്റ്റോൺസിനെ പരിക്കേറ്റ് പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ പ്ലാനും തെറ്റി. പെപ് ഗാർഡിയോളയുടെ ടീമിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4-ാമത്തെ മിനിറ്റിൽ കിലിൻ എംബാപ്പയുടെ ഗോൾ. റൗൾ അസൻസിയോയുടെ ആ ഒരു പാസ്, സിറ്റി ഡിഫൻസിന് മുകളിലൂടെ കൊടുത്ത പാസ്, അതാ യുവതാരത്തിന്റെ വിഷനും ക്വാളിറ്റിയും ഒക്കെ വിളിച്ചോതുന്ന ഒന്നായിരുന്നു. അവിടെ മുതൽ സിറ്റിക്ക് കാര്യങ്ങൾ കൈവിടുകയായിരുന്നു. കളി പുരോഗമിച്ചു. 8-ാമത്തെ മിനിറ്റ് ആകുമ്പോഴേക്കും സ്റ്റോൺസിനെ പിൻവലിച്ച് നഥാനേക്കെ കളിക്കളത്തിലേക്ക് വിടേണ്ടി വന്നു. പിന്നെ അരമണിക്കൂർ പിന്നിട്ടപ്പോൾ 33-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയുടെ അസിസ്റ്റിൽ നിന്ന് കിലിൻ എംബാപ്പയുടെ 2-ാമത്തെ ഗോൾ പിറക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് മുന്നിൽ കഴിഞ്ഞില്ല. വാൽവർദയുടെ അസിസ്റ്റിൽ നിന്ന് 61-ാമത്തെ മിനിറ്റിൽ കിലിൻ എംബാപ്പെ തന്റെ ഹാട്രിക്ക് പൂർത്തിയാക്കിയതോടെ സിറ്റിക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ നിക്കോ ഗോൺസാലസിലൂടെ ഒരു ഗോൾ മടക്കി അടിച്ചെങ്കിലും സിറ്റി അതുകൊണ്ടൊന്നും തിരിച്ചു വന്നില്ല. 3-1 വിജയം. അഗ്രിഗേറ്റ് 6-3 വിജയം. റയൽ മാഡ്രിഡ് രാജകീയമായി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 കടന്നുപോയിരിക്കുന്നു. സിറ്റി പുറത്തേക്കുള്ള വഴിയിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.